വെൽക്കം ടു 7 Day Miracle ചാനൽ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വളരെ ഡെപ്ത് ഉള്ളതും എന്നാൽ ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിറഞ്ഞതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു പുരുഷനിൽ ഒരു സ്ത്രീ എന്താ ആഗ്രഹിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ പല ചിത്രങ്ങളും രൂപപ്പെടാം. പണം, സൗന്ദര്യം, അധികാരം. പക്ഷേ സത്യം അതൊന്നുമല്ല കേട്ടോ. അതിനുമപ്പുറം ഹൃദയത്തെ സ്പർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഇത് സ്ത്രീകൾക്ക് തങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും പുരുഷന്മാർക്ക് തങ്ങളുടെ പങ്കാളിയെ അല്ലെങ്കിൽ ഭാവി പങ്കാളിയെ കൂടുതൽ അടുത്തറിയാനും സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കുറച്ച് മിനിറ്റുകൾ ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ സ്ത്രീ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒടുവിൽ നിങ്ങൾ തീർച്ചയായും പറയും, ഇത്രയും കാലം ഇതറിയാതെ പോയല്ലോ എന്ന്. ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ അട്രാക്റ്റീവ് ആകണമെങ്കിൽ ചില ബേസിക് കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇതിനെ നമുക്കൊരു വീടിൻ്റെ ബേസ്മെന്റിനോട് ഉപമിക്കാം. അടിത്തറ ശക്തമല്ലെങ്കിൽ എത്ര മനോഹരമായ വീടും തകർന്നു പോകും അല്ലേ? ആത്മാർത്ഥതയും സത്യസന്ധതയും, എന്തും ഏതും തുറന്നു സംസാരിക്കുന്ന ഒരു മനസ്സാ ഒരു സ്ത്രീ ആദ്യം പുരുഷനിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. കള്ളങ്ങൾ ആ ബന്ധത്തെ കാർന്നു തിന്നും. എത്ര ചെറിയ കളവായാലും വലിയ കളവായാലും അത് വിശ്വാസത്തിൻ്റെ പാലം തകർക്കും. ഒരു സ്ത്രീക്ക് വേണ്ടത് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെയാണ്, തന്നോട് സത്യസന്ധമായി ഇടപെടുന്ന ഒരാളെ. ചിലപ്പോൾ സത്യം പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ആ സത്യം പറയുമ്പോഴാണ് ആ ബന്ധത്തിന് ശക്തി കൂടുന്നത്. റെസ്പെക്റ്റ്, തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ അഭിപ്രായങ്ങളെ, തൻ്റെ സ്വപ്നങ്ങളെ, തൻ്റെ ഇടങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളെയാ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അവളുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കൂ, അവളുടെ ഇഷ്ടങ്ങളെ അംഗീകരിക്കൂ. താനൊരു രണ്ടാംകിട പൗരയല്ല, മറിച്ച് തുല്യതയോടെ കാണേണ്ട വ്യക്തിയാണെന്ന് ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നു. ചില പുരുഷന്മാർ നിനക്ക് എന്തറിയാം എന്ന മട്ടിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്ത്രീകളെ വല്ലാതെ വേദനിപ്പിക്കും. അവൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. സപ്പോർട്ട്, ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരാളെയാണ് അവൾക്ക് വേണ്ടത്. അവളുടെ കൂടെ നിൽക്കുന്ന, അവളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന, അവളുടെ വീഴ്ചകളിൽ താങ്ങും തണലുമാകുന്ന ഒരാളെ. നിങ്ങളെൻ്റെ കൂടെയുണ്ടെന്ന് അവൾക്ക് തോന്നുക, അതാണ് പ്രധാനം. ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ അവളുടെ ജോലിയെ അഭിനന്ദിക്കൂ, വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കൂ, അവളുടെ ഭാരങ്ങൾ പങ്കിടൂ. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അടിത്തറ ശക്തമായാൽ മാത്രം പോരാ, ആ വീടിന് ഒരു ഊഷ്മളമായ അന്തരീക്ഷം കൂടി വേണം. അതാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ഇവിടെയാണ് പല പുരുഷന്മാർക്കും തെറ്റ് സംഭവിക്കുന്നത്. ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹം എന്നത് വെറുമൊരു വാക്കല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ട ഒന്നുകൂടിയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും കാണിക്കുന്ന കരുതൽ, വാത്സല്യം, ഇതെല്ലാം ഒരു സ്ത്രീക്ക് വളരെ പ്രധാനമാണ്. ഒരു പൂവിനെ എന്ന പോലെ അവളെ പരിപാലിക്കൂ, അവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവളോടൊപ്പം ചേരൂ. ചിലപ്പോൾ ഒരു ഹഗ്, ഒരു തലോടൽ, ഒരു ചെറിയ സമ്മാനം, ഇതെല്ലാം 1000 വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ്. ഒരുപാട് സ്നേഹിക്കുന്ന പുരുഷൻ അത് പ്രകടിപ്പിക്കാൻ മടിക്കുന്നുണ്ടെങ്കിലേ ആ ബന്ധത്തിന് എവിടെയോ ഒരു വിടവുണ്ടാകും. ശ്രദ്ധയും കേൾവിയും, താൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു പങ്കാളിയെയാണ് ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അവളുടെ പ്രശ്നങ്ങളെ ലഘുവായി കാണാതെ ചെവി കൊടുക്കുക. ചിലപ്പോൾ അവൾക്കൊരു പരിഹാരമായിരിക്കില്ല വേണ്ടത്, ആരെങ്കിലും അവളെ കേൾക്കാനുണ്ടെന്നറിയുന്ന ഒരു ആശ്വാസമായിരിക്കും. അവൾ സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ കണ്ണിൽ നോക്കി ശ്രദ്ധയോടെ കേൾക്കൂ. ഇത് അവൾക്ക് നൽകുന്ന വലിയൊരു അംഗീകാരമാണ്. ചിലപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അതിനെ ഒറ്റ വാക്കിൽ പറ എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അവൾക്ക് അവളുടെ ലോകം തുറന്നു പറയാനുള്ള ഇടം നൽകൂ. സെക്യൂരിറ്റി, ഒരു സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമല്ല, ഇമോഷണൽ സെക്യൂരിറ്റിയാണ് ഇവിടെ പ്രധാനം. താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ ഒരാൾ ഉണ്ടെന്ന് തോന്നൽ. എന്ത് പ്രതിസന്ധി വന്നാലും താൻ ഒറ്റയ്ക്കാവില്ല എന്ന വിശ്വാസം, അതാണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി. അവളുടെ ഭാവിയെക്കുറിച്ച് അവൾക്ക് ആശങ്കയില്ലാത്ത ഒരു സാഹചര്യമാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീക്ക് തൻ്റെ പങ്കാളിയോടൊപ്പം സുരക്ഷിതമായി എവിടെയും പോകാൻ കഴിയണം. ആരും അവളെ ഉപദ്രവിക്കില്ല എന്ന വിശ്വാസം അവൾക്കുണ്ടാകണം. അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല കേട്ടോ, പക്ഷേ അവ ഒരു ബന്ധത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്ന അലങ്കാരങ്ങളെ പോലെ ഈ കാര്യങ്ങൾ നമ്മുടെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കും. സെൻസ് ഓഫ് ഹ്യൂമർ, ജീവിതത്തിൽ ചിരിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരുമിച്ച് ചിരിക്കാൻ കഴിയുന്ന ഒരാളോടൊപ്പം ആയിരിക്കാനാണ് ഓരോ സ്ത്രീ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ സെൻസ് ഓഫ് ഹ്യൂമർ വളരെയേറെ സഹായിക്കും. എന്നാൽ കളിയാക്കുന്ന തരത്തിലുള്ള തമാശകളല്ല കേട്ടോ വേണ്ടത്, മറിച്ച് പരസ്പരം ആസ്വദിക്കാൻ കഴിയുന്ന തമാശകളാണ് വേണ്ടത്. നിങ്ങളുടെ ഒരു തമാശ കേട്ട് അവൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രത്യേക തരം കെമിസ്ട്രിയാണ് ഉണ്ടാക്കുന്നത്. മെച്യൂരിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി,
ഒരു സ്ത്രീക്ക് വേണ്ടത് എപ്പോഴും കൂടി കുട്ടിയെപ്പോലെ പെരുമാറുന്ന ആളെയല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് പക്വതയോടെ ഇടപെടാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കഴിയുന്ന ഒരാളെ. ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും പരിഹാരം കണ്ടെത്താനും കഴിയുന്ന ഒരാൾ. തൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാൾ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ താൻ ചെയ്ത തെറ്റ് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പുരുഷനെ സ്ത്രീകൾ ബഹുമാനിക്കുക തന്നെ ചെയ്യും. നെക്സ്റ്റ്, ആത്മവിശ്വാസം. കോൺഫിഡൻസ് ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടും. താനൊരു കഴിവില്ലാത്തവരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനേ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ആത്മവിശ്വാസം ഒരിക്കലും അഹങ്കാരമാകരുത് കേട്ടോ. മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത്. തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള, അത് നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന ഒരു പുരുഷൻ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകും. ആഴത്തിലുള്ള ബന്ധം. ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ബന്ധം പൂർണ്ണമാകുന്നത്. ഒരുമിച്ചുള്ള വളർച്ചയും സ്നേഹവും ഇതിൻ്റെയൊക്കെ കാതല. തൻ്റെ പങ്കാളിയെ ഒരു മികച്ച വ്യക്തിയാകാൻ പ്രേരിപ്പിക്കുന്ന ഒരാളെയാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. പരസ്പരം വളരാൻ സഹായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും പ്രോത്സാഹിപ്പിക്കൂ. അവളുടെ വ്യക്തിപരമായ വളർച്ച അവൾക്കും ഇൻസ്പിറേഷൻ ആകും. അവൾക്ക് ഒരു പുതിയ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യൂ. അവളുടെ കഴിവുകൾ വളർത്താൻ അവസരങ്ങൾ നൽകൂ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഒരു ബന്ധത്തിൻ്റെ ജീവശ്വാസമാണ് തുറന്ന ആശയവിനിമയം. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കൂ. സന്തോഷങ്ങളും ദുഃഖങ്ങളും ആശങ്കകളും സ്വപ്നങ്ങളും പരസ്പരം പങ്കിടൂ. എനിക്ക് എന്തും അവരോട് തുറന്ന് പറയാമെന്ന് അവൾക്ക് തോന്നണം. ഫോർ എക്സാമ്പിൾ, ദിവസത്തിൻ്റെ അവസാനം ഒരുമിച്ചിരുന്ന് അന്നന്നത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതേ നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും. നെക്സ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്. ഒരു പങ്കാളി എന്നതിലുപരി ഏറ്റവും നല്ല സുഹൃത്തായിരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കിടാനും ഒരുമിച്ചിരുന്ന് വെറുതെ സംസാരിക്കാനും കഴിയുന്ന ഒരു ഫ്രണ്ട്. ബന്ധത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്. എക്സാമ്പിൾ, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും നിങ്ങളെ തകർക്കില്ല. സാധാരണ തെറ്റുകളും ഒഴിവാക്കാനുള്ള വഴികളും. പല പുരുഷന്മാർക്കും സംഭവിക്കുന്ന ചില തെറ്റുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നും എങ്ങനെ ഒഴിവാക്കാമെന്നും നോക്കാം. അവഗണന. ബിസിയാണെന്ന് പറഞ്ഞ് അവളെ അവഗണിക്കുന്നത് വലിയ തെറ്റാണ് കേട്ടോ. കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കൂ അവളോടൊപ്പം. ഓവർ കൺട്രോൾ. അവളുടെ ജീവിതത്തിൽ അമിതമായി ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അവൾക്ക് ഫ്രീഡം നൽകൂ. വിമർശനം. എല്ലാ കാര്യത്തിലും അവളെ വിമർശിക്കുന്നത് ഒഴിവാക്കുക. പ്രോത്സാഹിപ്പിക്കാനും പഠിക്കുക. ദേഷ്യം വരുമ്പോൾ പോലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഒരുപാട് കാലം മനസ്സിൽ തങ്ങി നിൽക്കും. ലാക്ക് ഓഫ് ഇക്വാലിറ്റി. പുരുഷനാണ് ഉയർന്നവൻ എന്ന ചിന്ത ഒഴിവാക്കൂ. ബന്ധത്തിൽ തുല്യത അത്യാവശ്യമാണ്. സോ, ഒരു സ്ത്രീ ഒരു പുരുഷനിൽ എന്താ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ കഴിയില്ല. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന, കൂടെ നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ്. ഈ കാര്യങ്ങൾ ഒരു പുരുഷൻ ശ്രദ്ധിച്ചാലേ ഏത് സ്ത്രീയുടെ ഹൃദയത്തിൽ അയാൾക്കൊരു സ്ഥാനം നേടാൻ കഴിയും. ഇത് ഒരു കേവലം തിയറിയല്ല, മറിച്ച് നൂറ്റാണ്ടുകളുമായി മനുഷ്യബന്ധങ്ങളെ നിലനിർത്തുന്ന ചില ബേസിക് സത്യങ്ങളാണ്. സോ, ഒരു പുരുഷനിൽ ഒരു സ്ത്രീ ശരിക്കും എന്താ ആഗ്രഹിക്കുന്നത്? പണമോ സൗന്ദര്യമോ അല്ല. അവൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു മനുഷ്യനെയാണ്. തെറ്റുകൾ പറ്റുന്ന, ദേഷ്യപ്പെടുന്ന, പക്ഷേ സ്നേഹിക്കാൻ അറിയുന്ന, ബഹുമാനിക്കാൻ അറിയുന്ന, അവളുടെ കൂടെ ആത്മാർത്ഥമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ മനുഷ്യനെ. ഇത് കേവലം ഒരു വീഡിയോ അല്ല കേട്ടോ. ഇത് നിങ്ങൾക്കുള്ള ഒരു ആഹ്വാനമാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു മാറ്റത്തിൻ്റെ ആഹ്വാനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരുഷനാവുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുന്ന, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ സത്യസന്ധതയുള്ള ഒരു മനുഷ്യൻ. കാരണം അങ്ങനെയുള്ള ഒരാളെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾ അർഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി എ മാൻ ഓഫ് ഹെർ ആൻഡ് അക്സെപ്റ്റ് ദ മിറക്കിൾസ് റൈറ്റ് നൗ.